ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും വചനപ്പുലരിയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ശമൂവേലിനെ പറ്റി ദൈവവചനം പറയുന്നത് ഇപ്രകാരമാണ്. 1 ശമൂവേൽ അതിൻ്റെ 2:26. ശമൂവേൽ ബാലനോ വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. പ്രിയമുള്ളവരെ, കുട്ടികളെ വളർത്തുകയും നമ്മൾ സ്വയം വളരുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മാതൃക നമ്മുടെ മുമ്പിൽ നമുക്ക് കാട്ടിത്തരികയാണ്. ഓരോ തലമുറയും ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവത്തിനും മനുഷ്യനും ഉപകാരമില്ലാത്തവരും എന്ന് മാത്രമല്ല വളരെ ഉപദ്രവം ചെയ്യുന്നവരുമായിട്ട് മാറുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു വ്യക്തിയെ സമൂഹത്തിനും മറ്റുള്ളവർക്കൊക്കെ നന്മയുള്ളതായി, നന്മ ചെയ്യുന്നവരായി, എല്ലാവരും അഭിമാനിക്കുന്നവരായിട്ട് എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് ദൈവവചനം നമുക്ക് കാട്ടിത്തരികയാണ് ശമൂവേൽ ബാലനിലൂടെ. അവൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ കാണുന്നു. അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ചോദിച്ചു വാങ്ങി എന്ന അർത്ഥത്തിലാണ് ആ മകന് ശമൂവേൽ എന്ന് പേർ വിളിക്കുന്നത്. അവൻ ചോദിച്ചു വാങ്ങിയത് കൊണ്ട് തന്നെ ദൈവം നൽകിയ ദൈവത്തിൻ്റെ കൽപ്പനയെ അമ്മ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ആ മകനെ ഏലി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ആ ദൈവത്തിന് സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 1 ശമൂവേൽ അതിൻ്റെ 1:26 മുതൽ 28 വരെ. 2 ശമൂവേൽ 2:18 പറയുന്നു, ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ട് അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് ദൈവിക വിശുദ്ധി വസ്ത്രങ്ങൾ ധരിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. ദൈവിക ആലയത്തോടുള്ള ബന്ധം, ദൈവിക ശുശ്രൂഷയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വിശുദ്ധി നൽകുന്നത്. ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക, ദൈവാലയത്തോടും ദൈവിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക, ഇതാണ് ഒരു വ്യക്തിയെ വിശുദ്ധിയുടെ വഴിയിലേക്ക് വളർത്തുന്ന കാര്യം. അവൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച്, ഏലി പ്രവാചകനെ അനുസരിച്ച് ദേവാലയം ശുശ്രൂഷ ചെയ്ത് ജീവിച്ച അവൻ പിന്നീട് ഇസ്രായേലിൻ്റെ ന്യായാധിപനായി തീർന്നപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? 1 ശമൂവേൽ അതിൻ്റെ 3:19-20 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയ്ക്ക് വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് തന്നെ ഗ്രഹിക്കുവാൻ, തന്നെ അനുസരിക്കുവാൻ തക്ക വിധം, അവൻ്റെ വാക്കുകളെയെല്ലാം ദൈവം ഫലപ്രാപ്തി വരുത്തുവാൻ തക്ക വിധം, അവൻ്റെ ജീവിതത്തെ വിജയിപ്പിക്കുവാൻ തക്ക വിധം ആയിത്തീർന്നത് യഹോവയ്ക്ക് അവൻ സമർപ്പിതനായിരുന്നു. ദൈവവചനം വിട്ട് നടക്കുവാൻ അവൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ശമൂവേൽ ബാലനെ തന്നെ എങ്ങനെ യഹോവയ്ക്ക് സമർപ്പിച്ചോ ആ വിധത്തിൽ നമ്മെ ഇന്ന് ദൈവത്തിന് സമർപ്പിക്കുവാൻ, അവൻ എങ്ങനെ ദൈവിക ശുശ്രൂഷയിൽ ചേർന്ന് നിന്നു ആ വിധത്തിൽ ദൈവിക ശുശ്രൂഷയിൽ ചേർന്ന് നിൽക്കുവാൻ, അവൻ എങ്ങനെ ദൈവവചനം പാലിച്ചോ ആ വിധത്തിൽ ദൈവവചനം പാലിക്കുവാൻ, അങ്ങനെ ദൈവമുമ്പാകിയും മനുഷ്യരുടെ മുമ്പാകിയും ശ്രേഷ്ഠനായവൻ മാറിയതുപോലെ ദൈവമുമ്പാകിയും മനുഷ്യരുടെ മുമ്പാകിയും ശ്രേഷ്ഠനായി തീരുവാൻ ഈ വചനം നമുക്ക് ഓരോരുത്തർക്കിടയായി തരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.